എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഉച്ചവിശേഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്കും ഇവിടെ ഭയങ്കര മഴയാണ്. ഞാനിവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു പാലക്കാട് ബോർഡർ എത്തിയപ്പോൾ മുതൽ ഭയങ്കര മഴയാണ്. പാലക്കാടിന് മുന്നേ വരെ ഭയങ്കര വെയിലായിട്ട് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. അവിടുന്ന് പാലക്കാട് എത്തിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. പിന്നെ വേണ്ട ഇന്നേ വരെ ഈ നിമിഷം വരെ മഴ തുറന്നിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിലെ ഉച്ചവിശേഷത്തിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു കറവയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് മൂന്ന് പശുക്കളുണ്ട്. ഒരെണ്ണമാണ് കറവ പശു, മറ്റേത് പ്രഗ്നൻ്റ് ആണ്, പിന്നെ ആളുടെ മോള്, അതായത് കറുത്ത പശു, അവളുടെ പേര് ബാഗു എന്നാണ്. ബാഗുവിൻ്റെ മോള് ഉണ്ട്. അങ്ങനെ 3 എണ്ണമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പശുവിനെ കറക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും. 2:30 അല്ല 2:15 ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് പശുവിൻ്റെ കുട്ടിയുണ്ടല്ലോ, പശുവിൻ്റെ കുട്ടീനെ നമ്മൾ ആദ്യം കൊണ്ടുവരണം. എന്നിട്ട് പശുവിൻ്റെ കുട്ടി ഇച്ചിരി പാൽ കുടിച്ച് കഴിഞ്ഞാലാണ് പശുവിൻ്റെ പശു ചുരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പശുവിനെ കറവയാണ്. അപ്പോൾ അതുപോലെ തന്നെ പശു കറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പുല്ല്, പിന്നെ തിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, പശു ചുരത്താനായിരിക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. അതായത് ഈ പശുവിൻ്റെ കുട്ടീനെ പിന്നെ നമ്മൾ കെട്ടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പശുവിൻ്റെ കുട്ടി മൊത്തം പാൽ കുടിച്ച് തീർക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പശുവിൻ്റെ കുട്ടീനെ കെട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. പശുവിൻ്റെ കറവയാണ്. ഈ പശുവിനെ കറക്കണേക്കാളും മുന്നേ നമ്മൾ പശുവിനെ നന്നായിട്ട് കുളിപ്പിക്കണം. ഇവിടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും പശുവിനെ കുളിപ്പിക്കും. രാവിലെയും വൈകുന്നേരം പശുവിനെ നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ കറക്കാൻ തുടങ്ങുള്ളൂ. കറവ കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുക്കുട്ടീനെ പുറത്തേക്ക് കെട്ടിയിടും. പിന്നെ അവളെ ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണ് അയച്ചുവിടുള്ളൂ. ഇയാൾ ഈ സ്റ്റെപ്പിന്മേൽ കയറി നോക്കിയിരിക്കുന്ന എൻ്റെ അമ്മേനെയാണ്, വേറൊന്നിനുമല്ല. അവന് പാല് കിട്ടാനായിട്ട്. അവനിവിടെ വന്നേ പിന്നെ അവനൊരു രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാ നേരവും പാല് തന്നെയാണ്. ഇവരൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലി ആട്ടോ. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ആടുകളുള്ളൂ. പ്യുവർ ബ്ലാക്ക് കളർ ഒരു ആട്ടുകുഞ്ഞുണ്ടായാലും അതിൻ്റെ എവിടെയെങ്കിലും ആയിട്ടൊരു വൈറ്റ് ഉണ്ടാവും, ടെയിലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ ഫേസിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഒരു ഫുൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ നോക്കി, നമ്മുടെ പട്ടിക്കുഞ്ഞാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റുമാണ് നമ്മുടെ വീട്ടിൽ, എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.